ആകെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് എം സ്വരാജാണ്. എം സ്വരാജിൻ്റെ ഭാഷ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ റെസ്പോൺസിബിൾ ആണെന്നാണ്. സ്വരാജിൻ്റെ ആക്രമണശൈലി ഇതൊന്നുമല്ല. സ്വരാജിനേക്കാളും കടുപ്പ് പറയും വാക്കുകൾ അറിയാം. പക്ഷേ അദ്ദേഹം പോലും ഒരു മയപ്പെടുകയാണ്. എന്താണ് ഇത്? കേരളത്തിൻ്റെ ഒരു സെക്കുലർ സ്ട്രക്ചറിനെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയെ വർഗീയതയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള നടത്തുന്ന ശ്രമം ചില്ലറ പ്രശ്നമല്ല. അത് അതിനെ തടുത്തു നിർത്തേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ റെസ്പോൺസിബിളാണ്, ഗുരുവിൻ്റെ മൂല്യങ്ങൾ ഇതല്ല എന്ന് പറഞ്ഞതിന് പകരം ഇതിന് മുമ്പ് ഇതിനേക്കാൾ വലിയ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? RSSൻ്റെ നാവ്, ഇത്തവണ ആ വാക്കില്ല. കേരള തൊഗാഡിയ, ഇത്തവണ ആ വാക്കില്ല. ആ വാക്കുകൾ അവിടെ പോയി. രണ്ടും ഒരേ സന്ദർഭമാണല്ലോ. അന്നും വർഗീയത, ഇന്നും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് CPM അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? വേണമെങ്കിൽ CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന ചില നിഷ്കളങ്ക മനുഷ്യർ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമുദായ സംഘടനയുടെ അധ്യക്ഷൻ എന്തെങ്കിലും വെറുപ്പ് പറയുമ്പോൾ അതിനെതിരെ ആഞ്ഞാക്രമിച്ചാൽ അയ്യോ ഞങ്ങളുടെ സമുദായത്തെ കുറ്റം പറയുന്നേ എന്ന് പറഞ്ഞ ആളുകൾ വരും. അപ്പോൾ അതിന് ഇരപരിവേഷത്തിന് വഴി വെച്ച് കൊടുക്കേണ്ടതില്ല, നിശബ്ദത അവലംബിക്കുന്നതാണ് നല്ലത് എന്ന്. രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നിശബ്ദത അവലംബിച്ചത് കൊണ്ട് ഈഴവ സമുദായത്തിനകത്തേക്ക് RSS പടർന്നു കയറാൻ നടക്കുന്ന ശ്രമങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. കൂടുതൽ വിജയത്തിൽ അത് കടന്നു പോവുകയും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ആലത്തൂരിലും എല്ലാം പാർട്ടി വോട്ടുകൾ തന്നെ ചോർന്നു പോവുകയാണ്. അപ്പോൾ നിശബ്ദത കൊണ്ട് നേട്ടമൊന്നുമില്ല എന്നാണ് നമ്മൾ ലോജിക്കലി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം. പിന്നീട് നിശബ്ദത അവലംബിക്കുക എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുള്ള ഗുണം എന്താണ്? അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനോടും നിശബ്ദത അവലംബിക്കണ്ടേ? മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏതൊരു സംഘടന ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണല്ലോ തീരുമാനിക്കേണ്ടത്. കാസയുടെ ഐഡിയോളജി ചില ബിഷപ്പ്മാർ പറയുന്നു, അവരോടും എടുക്കുന്ന സമാനമായ നിശബ്ദതയാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇതിന് മുമ്പുണ്ടായിട്ടുള്ള മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികളിൽ അവർ ദീർഘമായ പരമ്പരകൾ എഴുതി, വലിയതുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു, വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തെരുവുകളിൽ അവർ ഘോഷയാത്രകൾ അല്ലെങ്കിൽ പ്രതിഷേധ യാത്രകൾ നടത്തി. എന്താ അത് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ആകെ ഭീഷണിയാകുമെന്ന് അല്ലെങ്കിൽ അവരെതിരാകും എന്നുള്ള ഭയപ്പാട് ആ പാർട്ടിക്കുണ്ടായില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നു എന്ന ന്യായം പറയുകയാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? ഒരു വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭജനം രൂപപ്പെടുമ്പോൾ ആ വിഭജനത്തിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ് എന്ന് പരിശോധിച്ചാൽ ഇപ്പോഴത്തേത് നിർഭാഗ്യകരം. അത് നമ്മൾ കാണേണ്ട കാര്യം അത് CPIM ആണ്. അടുത്ത ഘട്ടത്തിൽ കടക്കാൻ പോകുമ്പോൾ അവർക്കത് ഗുണപരമാകും. അത് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് VD സതീശൻ K ബാബുവിനെയും ഹൈബീഡനെയും തള്ളിക്കൊണ്ട് ഇത് പിണറായി വിജയൻ പറയിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത്. കേരളത്തിലെ അവരുടെ സുപ്രീം ലീഡർ ആരാണ്? അദ്ദേഹമാണ്. ഇപ്പോഴത്തെ സുപ്രീം ലീഡർ എന്ത് ചെയ്യുന്നു? അതിനെ പൂർണ്ണതോതിൽ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് കാണണം. അതുകൊണ്ട് CPIM ഇതിനോട് നിശബ്ദത അവലംബിക്കുകയാണോ അതോ ഒരു സഹകരണ രൂപത്തിലൊരു പ്രോജക്റ്റ് പ്രവർത്തിക്കുകയാണോ എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ എന്ന് പറയാൻ ഞാനൊരു മടിയും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ കേരളത്തോട് നാളെ നമ്മുടെ സൊസൈറ്റിയെ ഒരു വലിയ തീപിടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവാണ്. അത് തടയാൻ ബാധ്യതപ്പെട്ട ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ സർക്കാരും അവലംബിക്കുന്നു. അവർക്ക് നിശബ്ദതയാണ്. ഇത് കേസെടുക്കേണ്ട കാര്യമാണ്. ഇന്നലെ രാത്രി ചോദിക്കുമ്പോൾ CPIMൻ്റെ പാനലിസ്റ്റിന് കേസെടുക്കേണ്ടതാണെങ്കിൽ പോലീസ് എടുത്തോളൂ എന്നാണ് പറയുന്നത്. എടുക്കേണ്ടതാണെന്ന് അഭിപ്രായമില്ല. അവരുടെ കൂട്ടത്തിലുള്ള കക്ഷിയായ INL കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന്മേൽ CPIMന് ഒരു പൊസിഷനില്ല എന്നാണ് കാണേണ്ട കാര്യം. നിങ്ങൾ CPIMൻ്റെ സൈബർ സ്പേസ് മൊത്തം നോക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണോ കണ്ടത്, ഈ ആഴ്ച എന്താണ് കാണുന്നത്? ഇന്നലെ പിന്നെ സൺഡേ ആണ്. അവരുടെ സൈബർ സ്പേസിനാകെ വീക്ക് ഓഫ് ആണെന്ന് വിചാരിക്കുക. ഇന്ന് പ്രവർത്തിക്കണ്ടേ? അത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വന്നതുകൊണ്ടായിരിക്കുമോ? എല്ലാവർക്കും നിർദ്ദേശം കിട്ടണമെന്നില്ല. അതോ ഇത്തരം നിശബ്ദത അവലംബിക്കാൻ തക്കവണ്ണം അതിൻ്റെ സൈബർ സ്പേസിനെ ഇതിനകം പാർട്ടി പരുവപ്പെടുത്തി കഴിഞ്ഞു? അത് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അവിടെയാണ്.